ഹായ് ഫ്രണ്ട്സ്, ശിങ്കന്മിയുടെ പുതിയ വീഡിയോയിൽ നല്ല നാടൻ രീതിയിലുള്ള ഒരു കറി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ മുരിങ്ങയിലും ചക്കക്കൂരും ഒക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണിത്. പിന്നെ മാത്രമല്ല, നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ഇത് തയ്യാറാക്കി തരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എനിക്കൊന്ന് തോന്നി ഇതേ കറി ഒന്ന് നിങ്ങളിലേക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പം ഇതിനായിട്ട് ഇവിടെ ദേ അരക്കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ, ഇത് നല്ല രീതിയിൽ ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചക്കക്കൂരും ഇതേ രീതിയിൽ കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ദേ ഈ പരിപ്പ് ഞാൻ ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു 3-4 വിസിൽ, അതിലൂടെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കൈപ്പിടി കൊണ്ട് ഒരു 3 പിടി നാളികേരം ഇതിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇതൊരു നല്ലൊരു ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3-4 വിസിലിന് ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ പരിപ്പൊന്ന് ഇതിൽ നല്ലവണ്ണം ഒന്ന് ഉടയാത്തതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ ഒരു 3-4 വിസിലോട് കൂടിയിട്ട് ഇതിനും വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ 3-4 വിസിലൊക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചക്കക്കുരു വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചക്കക്കുരു ഒക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അത് സൈഡിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലല്ല കേട്ടോ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുക്കറിലല്ല നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമ്മളിത് ഒരു മൺചട്ടിയിലാണ് ബാക്കി ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുരിങ്ങയില ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറേശ്ശെയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ പരിപ്പും ചക്കക്കുരുവിൻ്റെ ഉള്ളതൊക്കെ ഇതിലേക്ക് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ചക്കക്കുരുവൊക്കെ വേവിച്ച കുക്കറിൽ അതിൻ്റെ കുറച്ച് അംശങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഈ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തിളയൊക്കെ വരണം. മാത്രമല്ല, നമ്മുടെ ഇല ആയതുകൊണ്ട് അത് വേഗം തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി നല്ല രീതിയിലൊക്കെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ, ഈ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കുറുകിയിട്ടുള്ള അരപ്പ് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇനി ഈ അരപ്പിൻ്റെ ബാക്കിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് ആ അരപ്പൊന്നിങ്ങനെ എത്തേണ്ട രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ ഒരു കുറവ് തോന്നിയപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് അധികം വന്ന് ഇതാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അവസാനത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കടുക് താളിക്കണം. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിലിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഇതും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നമ്മൾ ഒന്ന് താളിച്ചെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ താളിക്കാനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട്
ബാക്കിയുള്ളതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അങ്ങനെ രുചികരമായിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ പരിപ്പ് മുരിങ്ങയില ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ മുരിങ്ങയിലും ചക്കക്കുരും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ തന്നെയും അടുത്ത വീട്ടിൽ നിന്നൊക്കെ കിട്ടണ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബായ്.